എല്ലാവർക്കും നമസ്കാരം. ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയട്ടെ. ഈ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മുടെ 2ാം ക്ലാസ്സിന്റെ അവസാനത്തെ ചാപ്റ്റർ ആണ്. ആനുവൽ എക്സാമിന് 3 മാസം ഇനിയും സമയമുണ്ട്. അപ്പോൾ ഇത് വളരെ ചെറിയ പാഠമാണ്. നമ്മുടെ കുട്ടികളെ നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ധാരാളമായിട്ട് എഴുതാൻ അവസരം നൽകുക എന്നുള്ളതിന് പ്രയോറിറ്റി കൊടുക്കുക. അപ്പോൾ അവർക്ക് ഒരുപാട് വർക്കുകൾ എഴുതാൻ, സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ, ഇംഗ്ലീഷ് കേൾക്കാൻ, അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഈ പാഠത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലോട്ടും അതിന്റെ വർക്കുകളിലോട്ടും കിടക്കാം. ആദ്യത്തെ ഭാഗം ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാം. ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് ആൻ ഔൾ ഫാമിലി. ഇറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് ആൻ ഔൾ ഫാമിലി. There is a father owl, a mother owl, and 3 baby owls. There is a father owl, a mother owl, and 3 baby owls. The hero of the story, or the main character, is Rowley. Rowley or Rowley. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉച്ചരിക്കാം. റൗലി പേര്. റൗലി എന്ന ഒരു കുഞ്ഞു മൂങ്ങയുടെ, കുഞ്ഞു മൂങ്ങ, ഔലറ്റ്. മൂങ്ങ കുഞ്ഞിന് ഇംഗ്ലീഷാണ് ഔലറ്റ്. ഒരു ഔലറ്റിന്റെ കഥയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇറ്റ്സ് ആൻ അഡ്വഞ്ചർ സ്റ്റോറി. ദ അഡ്വഞ്ചേഴ്സ് ഓഫ് റൗലി. റൗലിയുടെ വേണമെങ്കിൽ സാഹസിക കഥ എന്ന് പറയാം. റൗലി ഓരോ കാര്യങ്ങൾ അന്വേഷിച്ച് ഇങ്ങനെ പോകുന്നതാണ് കഥ. അവൻ ഓരോ കാര്യങ്ങൾ കണ്ടുമുട്ടുകയും ഏറ്റവും അവസാനം സന്തോഷകരമായി തിരിച്ചെത്തുകയും ചെയ്യുന്ന ഒരു ഹാപ്പി എൻഡിങ് സ്റ്റോറിയാണ് ഇത്. അപ്പൊ ആലോചിക്കുക, റൗലി, ഫാദർ, മദർ ആൻഡ് സിബ്ലിങ്സ്, സഹോദരങ്ങൾ. നമുക്ക് നമ്മുടെ ഫസ്റ്റ് പേജില് ഒരു 3 വരി സ്റ്റോറിയാണ് നൽകിയിട്ടുള്ളത്. വായിക്കാൻ വേണ്ടി ശ്രമിക്കാം. An owl family lived on a big tree. A father owl, a mother owl, and 3 baby owls. The babies were very young. They couldn't fly. ഇപ്പൊ എന്താണ് പറഞ്ഞത്? There is an owl family. ഒരു മൂങ്ങ കുടുംബം ജീവിച്ചിരുന്നു. എവിടെ? ഓൺ എ ബിഗ് ട്രീ. ഇത് വേണമെങ്കിൽ ചോദ്യമാക്കാം. ഇത് ചോദ്യമായിട്ട് എഴുതാൻ കുട്ടികളോട് ആവശ്യപ്പെടാം. ചോദ്യം എഴുതിയിട്ട് ഉത്തരം എഴുതിപ്പിക്കാം. ഒരു മൂങ്ങ കുടുംബം ഒരു വലിയ മരത്തിൽ താമസിച്ചിരുന്നു. അപ്പൊ ഈ മൂങ്ങ എവിടെയാണ് താമസിച്ചിരുന്നത്, അല്ലെങ്കിൽ മൂങ്ങ കുടുംബം എവിടെയാണ് താമസിച്ചിരുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാക്കാം. And who were the members of the family? There is a father owl, a mother owl, and 3 baby owls. It is a 5-member family. Who were the 5 members? A father, a mother, and 3 baby owls. നമ്മളൊരു വാക്ക് പഠിച്ചു, ഔലറ്റ്. എന്താണ് ഔലറ്റ്? മൂങ്ങ കുഞ്ഞിന് ഇംഗ്ലീഷ് ഔലറ്റ്, OWLET, ഔലറ്റ്, മൂങ്ങ കുഞ്ഞ്. The babies were very young. ഈ മൂങ്ങ കുഞ്ഞുങ്ങൾ വളരെ ചെറുപ്പമായിരുന്നു, പറക്കാനൊന്നും കഴിയില്ല, വളരെ ചെറുപ്പം. They couldn't fly. അവർക്ക് പറക്കാൻ കഴിയുമായിരുന്നില്ല. Why they couldn't fly? Because the babies were very young. ചോദ്യം ഇങ്ങനെയാക്കാം. Why couldn't they fly? Because the babies were very young. അപ്പൊ ഈ ചോദ്യങ്ങളാക്കി എഴുതിപ്പിക്കാം, അവയുടെ ഉത്തരങ്ങൾ എഴുതിപ്പിക്കാം. വൊക്കാബുലറിക്ക് കേട്ടെഴുത്ത് പോലെ നിങ്ങൾക്ക് ഒരു 5 വാക്ക് കൊടുത്തിട്ട് കുട്ടികളോട് പഠിച്ച് അത് എഴുതാൻ ആവശ്യപ്പെടാം. അതിനോടൊപ്പം അഡീഷണൽ വർക്കായിട്ട് ആന്റണിംസ്, അതായത് ഓപ്പോസിറ്റ് വേർഡ്സ് പരിചയപ്പെടുത്താം. ബിഗ്, സ്മോൾ. ബിഗ്, സ്മോളിന് ഇവിടെ വലിയൊരു പെൻസിൽ വരയ്ക്കാം, ഇവിടെ ചെറിയൊരു പെൻസിൽ വരയ്ക്കാം. ബിഗ്, സ്മോൾ. ഓൾഡ്, ഓൾഡ് വയസ്സായത്. അപ്പൊ വയസ്സായ ഒരു ആളുടെ ചിത്രം ഇവിടെ ഉപയോഗിക്കാം. യങ്, ചെറുപ്പമായിട്ടുള്ള. നിങ്ങളുടെ കുടുംബത്തിൽ നിന്നുള്ള ചിത്രങ്ങൾ തന്നെ ബുക്കിൽ ഉൾപ്പെടുത്താൻ കഴിയുമെങ്കിൽ ഓൾഡ്, യങ് എന്നിങ്ങനെ കുട്ടിയെ ഓർത്തിരിപ്പിക്കാൻ സാധിക്കും.
അടുത്തൊരു വാക്ക് ഇമ്പോർട്ടന്റ് ആണ്, ഒരുവിധം കുട്ടികൾ കവർ ചെയ്ത ഒരു വാക്കുകൾ കൂടിയാണ്. വൊക്കാബുലറിയിൽ 2ാം ക്ലാസ്സിന്റെ എസൻഷ്യൽ വൊക്കാബുലറിയിൽ വേണ്ടുന്ന ഒരു ഇമ്പോർട്ടന്റ് പദമാണ് ക്യാൻ ആൻഡ് ക്യാൻറ്റ്. ക്യാൻറ്റ്, ക്യാൻ എന്ന് വെച്ചാൽ കഴിയും, കനോട്ട് എന്ന് വെച്ചാൽ കഴിയില്ല എന്നുള്ളതാണ്. ഈ വാക്ക് വേണം. ഈ വാക്ക് വെച്ച് നമുക്ക് ഒരുപാട് വർക്കുകൾ ചെയ്യിപ്പിക്കാം. ഇതിനുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, വർക്ക്ഷീറ്റുകൾ തയ്യാറാക്കാനൊക്കെ ഈസിയാണ്. ക്യാൻ ആൻഡ് ക്യാൻറ്റ്. ഇതിന്റെ ഈ പാഠത്തിന്റെ അവസാനം റൗലിയുടെയും മൗസിന്റെയും ആക്ഷൻസ് ക്യാൻ ആൻഡ് ക്യാൻറ്റ് ഉപയോഗിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വർക്ക് കൂടിയുണ്ട്. അപ്പം ഈ പദം നല്ല രീതിയിൽ പരിചയപ്പെടുന്നത്, അവർ മാറിപ്പോകരുത്. ക്യാൻ ആൻഡ് കനോട്ട്, ക്യാൻറ്റ്. ഓക്കെ, അപ്പോ കൂടുതൽ ഇതുപോലെയുള്ള വർക്ക്ഷീറ്റുകൾക്കും പ്രവർത്തനങ്ങൾക്കും തുടർന്നുള്ള ക്ലാസ്സുകൾക്കുമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാ കുട്ടികൾക്കും ആശംസകൾ.